സ്റ്റാർട്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കാം, നമ്മൾ പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് എക്സൽ അല്ലേ. എക്സലിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് എക്സൽ എന്നാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് തന്നെ, അഡ്വാൻസ്ഡ് എക്സൽ. അതായത് എന്താണ് എക്സൽ കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. എക്സൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, നല്ല ഒരു ഇൻ്റർവ്യൂ, അതായത് വലിയ കമ്പനികളിലൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് പോണ സമയത്ത്, പ്രത്യേകിച്ച് പുറത്തൊക്കെ, നമ്മുടെ അവിടെ ഇല്ല എന്നല്ല പറയണത്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ അവർ എക്സലിൽ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് വർക്കുകൾ ചെയ്തു വരുന്നൊരവസ്ഥ. അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ടാവും, ഒപ്പം തന്നെ അവർ അതിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അതായത് ഒരു അക്കൗണ്ട്സൊക്കെ സൂക്ഷിക്കാനും അല്ലെങ്കിൽ ഡാറ്റ ഫിൽട്ടർ ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത്, മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു മൈക്രോസോഫ്റ്റ് എന്നുള്ള കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള സോഫ്റ്റ്വെയറാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ, ഏറ്റവും വലിയ IT കമ്പനിയാണ് അല്ലേ. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ, അതിന് കുറേ ഫ്യൂച്ചേഴ്സ്, കുറേ അഡ്വാൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാം, ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടില്ലേ എക്സൽ എന്നുള്ള സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പണായി. നോക്കൂ, ഈ എക്സൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വന്ന് നിൽക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ റീസെൻറ്റ് ഫയൽസുകളുടെ പ്രത്യേകത എന്താ? അതായത് നമ്മൾ മുന്നേ ഈ കാണുന്ന കമ്പ്യൂട്ടറുകളിൽ മുന്നേ ഓപ്പൺ ആക്കിയിട്ടുള്ള ഫയലുകളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ ഈ സൈഡിലായിട്ട് കാണാം നിങ്ങൾക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നിട്ടൊരു ഓപ്ഷൻസ് കാണാമല്ലോ. എക്സലിനെ നമ്മൾ വർക്ക് ബുക്ക് എന്നുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാനിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? എക്സലിൻ്റെ പേജ് ഓപ്പണായി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ആദ്യം തന്നെ നമ്മളൊരു നോർമൽ ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട. പക്ഷേ പ്രിൻ്റ് എടുക്കേണ്ട ഒരു വർക്കുകളൊക്കെ ആണെങ്കിൽ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ കമ്പനിയിൽ അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫയൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇതിനെ പ്രിൻറ്റിംഗ് സെറ്റിങ്സിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക, എക്സലിൽ വ്യൂ എന്നുള്ളൊരു മെനു കണ്ട, ഇവിടെ വ്യൂ എന്നുള്ളൊരു മെനു കണ്ട. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ, എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിച്ചോളൂ. വ്യൂ എന്നുള്ളൊരു മെനു കണ്ടില്ലേ? ക്ലിയർ ആണല്ലോ? അതിൽ വർക്ക് ബുക്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കണ്ട. വ്യൂ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ വർക്ക് ബുക്സ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ്. ഇതിൽ 1 നോർമലാണ്, 2 പേജ് ലേഔട്ട് ഉണ്ട്, പേജ് ബ്രേക്ക് ഉണ്ട്, കസ്റ്റം വ്യൂസ്. നമ്മൾക്ക് പ്രിൻ്റ് എടുക്കാനായിട്ടാണ് അതായത് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഈ പേജ് ലേഔട്ടിലായിരിക്കണം വർക്ക് ചെയ്യുക. മനസ്സിലായ? ഇനി മറ്റിച്ച് ചെയ്താലുള്ള ദോഷം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാരൊക്കെ എക്സലിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ 2 ഷീറ്റുകളിലൊക്കെ ആയിട്ട് പ്രിൻറ്റിങ് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. മനസ്സിലായ? അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? വ്യൂ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവിടെ പേജ് ലേഔട്ട് എന്നുള്ളതിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വ്യൂ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ പേജ് ലേഔട്ട്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഒപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പേജ് ലേഔട്ട് എന്ന് എടുക്കുന്ന ഒരു സെറ്റിങ്സ് മെനു കാണാം. അതിൻ്റെ ഉള്ളിൽ പേപ്പറിൻ്റെ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ഒരു ഓഫീസുകളിലൊക്കെ നോർമലായിട്ട് ഉപയോഗിക്കുക A4 സൈസാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് A3 സൈസോ അല്ലെങ്കിൽ ലീഗൽ സൈസോ അങ്ങനെ ഏത് സൈസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? പേപ്പറിൻ്റെ സൈസ് ക്ലിയർ ആണല്ലോ? ഓക്കെ സാർ. ഓക്കെ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം പേപ്പറിൻ്റെ പേജ് ലേഔട്ടിനുള്ള ഓറിയൻറ്റേഷൻ. എന്താണ് ഓറിയൻറ്റേഷൻസ്? അതായത് നമുക്ക് നേരെ വേണോ വൈഡായിട്ട് വേണോ? ഇപ്പോൾ നമ്മളൊരു A4 പേപ്പർ എടുത്ത് കൈ പിടിച്ചാൽ, വരല്ലാത്തൊരു A4 പേപ്പർ എടുത്ത് കൈ പിടിച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ടൈപ്പ് ചെയ്യാം അല്ലേ? അതെല്ലാം നമുക്ക് വൈഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്തുകൂടെ? അതാണ് ഇവിടെ ഓറിയൻറ്റേഷൻസ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേപ്പറിൻ്റെ സൈസ് സെറ്റ് ചെയ്യാം,
പേപ്പറിൻ്റെ ഓറിയൻറ്റേഷൻസ് സെറ്റ് ചെയ്യുക. അതിൽ നേരെ ഉണ്ട് ലാൻഡ്സ്കേപ്പ് ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ ചില റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ വൈഡായിട്ട് കണ്ടിട്ടുണ്ടാവും എക്സലിലൊക്കെ. അതൊക്കെ ഓറിയൻറ്റേഷൻസ് ലാൻഡ്സ്കേപ്പ് ആക്കി കൊടുക്കുന്നതാണ്. പേപ്പറിൻ്റെ മാർജിൻസുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. മനസ്സിലായ? സാധാരണ നോർമൽ മാർജിൻസാണ് ഉണ്ടായിരിക്കുക. ഇത്രയും സെറ്റിങ്സ് നമ്മൾ ഓക്കെ അല്ലേ എന്ന് നോക്കിയിട്ടായിരിക്കണം നിങ്ങളൊരു വർക്ക് തുടങ്ങുന്നത്. എക്സലിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ വ്യൂവിൽ പോയിട്ട് പേജ് ലേഔട്ട് അല്ലേ എന്നുള്ളത് നോക്കുക. പേജ് ലേഔട്ടിൻ്റെ ഉള്ളിൽ പേപ്പറിൻ്റെ സൈസ്, പേപ്പറിൻ്റെ ഓറിയൻറ്റേഷൻസ്, പേപ്പറിൻ്റെ മാർജിൻസ്, ഇതിലുള്ള ഏത് മാർജിനുകൾ വേണമെങ്കിലും ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. ഇനി കസ്റ്റം മാർജിൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ടോപ്പ് ഇത്ര, ലെഫ്റ്റ് ഇത്ര, റൈറ്റ് ഇത്ര, ബോട്ടം ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് മാർജിനുകളെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ പേജ് ലേഔട്ടിൻ്റെ ഉള്ളിലെ സെറ്റിങ്സുകളും ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നോക്കൂ, നമ്മളൊരു പേപ്പർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഒരു A4 പേപ്പർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കൂ. സീരിയൽ നമ്പർ, ഐറ്റം അല്ലെങ്കിൽ പർട്ടിക്കുലർ, എന്തായാലും കുഴപ്പമില്ല, റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്. അതായത് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് മാറാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ക്യാബ് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്യാബ് കീയാണ് യൂസ് ചെയ്യുന്നത്. എമൗണ്ട്, സീരിയൽ നമ്പർ, ഐറ്റം, റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡിസ്കൗണ്ട്, അഡ്വാൻസ്, പേയബിൾ എമൗണ്ട്, ഓക്കെ, പെയ്ഡ് എമൗണ്ട്, ദെൻ ബാലൻസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, സീരിയൽ നമ്പർ നമുക്ക് ചെറുത് മതി. സീരിയൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ എയും ബിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഐറ്റം കുറച്ച് വലുത് വേണം, റേറ്റ് കുറച്ച് ചെറുത് മതി, ക്വാണ്ടിറ്റി കുറച്ച് ചെറുത് മതി, എമൗണ്ട് ചെറുത് മതി, ഡിസ്കൗണ്ട്, അഡ്വാൻസ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പേയബിൾ എമൗണ്ട് അല്ലേ, ഇത് ഇത്ര ഉണ്ട് അല്ലേ, എന്നാൽ എനിക്കിതിൽ ഇത്ര വലിയ കോളങ്ങളുടെ ആവശ്യമില്ല. ഇപ്പോൾ എടുക്കുന്നത് ബാലൻസ് അപ്പുറത്താണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ wrap ചെയ്യുക. ഹോമിൽ wrap ടെക്സ്റ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യും. മനസ്സിലായ? ആർക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഹോം എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ പോയിട്ട് wrap ടെക്സ്റ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? ഭാഗം മനസ്സിലായ? ക്ലിയർ അല്ലേ? ക്ലിയർ സർ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ ഇത് കറക്റ്റ് പേജിന് സെറ്റ് ചെയ്ത് വെച്ചു. നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് സാറ് ഫസ്റ്റ് ഒരു ഹെഡിങ് സെറ്റ് ചെയ്യാനെന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? സാധാരണ ആൾക്കാർ എക്സലിൽ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഏതാണോ കമ്പനി, അല്ലെങ്കിൽ കമ്പനിയുടെ അഡ്രസ്സ് എന്താണ്, കമ്പനിയുടെ ഫോൺ നമ്പർ എന്താണ്, അവരുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണ്, അല്ലെങ്കിൽ വെബ് അഡ്രസ്സ് എന്താണെന്നൊക്കെ ചിലർ സെറ്റ് ചെയ്യണത് കാണാം. എന്നാൽ ഒരു നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ എക്സലിൽ ഈ കാണുന്ന സബ്ബായിട്ടുള്ള കോളങ്ങളുണ്ടല്ലോ, ഈ കോളങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഹെഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലായോ? അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പം നിങ്ങൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് ആണ് സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഞാനിത് സെയിം സാധനം ഞാനിവിടെ ഒരു പുതിയ ഷീറ്റ് ശ്രദ്ധിക്കും, പേജ് ലേഔട്ടിൽ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു? എൻ്റെ കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാനിവിടെ ഒന്ന് മെർജ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളായിട്ട് A1 സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നോക്കൂ നിങ്ങൾ, A1 സൂപ്പർ മാർക്കറ്റ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ചെയ്തത് ഹെഡിങ്, സബ്ബായിട്ടുള്ള ഹെഡിങ്ങുകളായിരുന്നു ചെയ്തത്. ഇവിടെ ഞാൻ ചെയ്തത് ഹെഡിങ് ആണ് കേട്ടോ. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ സീരിയൽ നമ്പർ, ഐറ്റം, റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഡിസ്കൗണ്ട്, അഡ്വാൻസ്, പേയബിൾ എമൗണ്ട്, പെയ്ഡ് എമൗണ്ട്, നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ബാലൻസ്. ഇപ്പോൾ എന്താ ഉണ്ടായത്? ഒരു സെല്ല് അപ്പുറത്തേക്ക് കടന്നു അല്ലേ? ഇനിയിപ്പോൾ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതാക്കിയെന്ന് വിചാരിക്കുക, കോളങ്ങൾ ചെറുതാക്കിയെന്ന് വിചാരിക്കുക. ഇവിടെ എന്ത് സംഭവിച്ചു? കണ്ടോ, ഈ മെർജ് ചെയ്തത് തെറ്റിപ്പോയില്ലേ? മനസ്സിലായ?
ഇനിയിപ്പോൾ നമ്മൾ അത് കാരണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, സബ്ബായിട്ടുള്ള ഹെഡിങ്ങുകൾ ഫസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഹെഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എക്സലിൽ. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? അതായത് ഈ പേജിൻ്റെ അലൈൻമെൻറ്റുകളൊക്കെ ഫസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാനിവിടെ ഒരു 10 പ്രൊഡക്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. 1, 2 സെലക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്പർ വരും. അറിയാലോ? ആർക്കെങ്കിലും അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. 1ഉം 2ഉം കൂടി സെലക്ഷൻ ചെയ്യുക. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാനൊരു 10 പ്രൊഡക്റ്റ്, ഇപ്പോൾ പെന്ന്, ബുക്ക്, വാച്ച്, റിങ്, ഗ്ലാസ്, മൗസ്, കീബോർഡ്, മോണിറ്റർ, CPU, ബാറ്ററി, ഇത്രയും പ്രൊഡക്റ്റിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തു. ഓരോന്നിൻ്റെ വില ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം, ക്വാണ്ടിറ്റി റേറ്റ് അല്ലേ, എത്ര എണ്ണാണോ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എത്ര എണ്ണാണോ നമ്മൾ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. എമൗണ്ടിൻ്റെ അവിടെ നിങ്ങൾ എന്താ ചെയ്യുക, കാൽക്കുലേറ്ററിൽ എന്താ ചെയ്യുക, ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ഇൻറ്റുവിന് അറിയാലോ, സ്റ്റാറാണ് കേട്ടോ, നമ്പർ ലോക്കിൻ്റെ മുന്നിലുള്ള സ്റ്റാറാണ് യൂസ് ചെയ്യുക. റേറ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളോട് പറയുകയാണ് ഓണം പ്രമാണിച്ച് നമ്മൾ എത്ര രൂപ വരെ പ്രൊഡക്റ്റ് മേടിക്കുന്നോ അതിൻ്റെ ഒരു 8% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിയാം. മനസ്സിലായ? അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യണത് ഇത്രയേ ഉള്ളൂ, ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു, എമൗണ്ടിൻ്റെ കോളത്തിൽ ക്ലിക്ക് ചെയ്തു, ഇൻറ്റു അടിച്ചു, 8 എന്നടിച്ചിട്ട് നമ്മൾ ശതമാനത്തിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. മനസ്സിലായല്ലോ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു 8 ആണെങ്കിൽ 8 എന്ന് അടിക്കുക നിങ്ങൾ, എന്നിട്ട് പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 675-ൻ്റെ 8%, 490-ൻ്റെ 8%, 12,000-ൻ്റെ 8% കോഡ് പ്രിൻറ്റ് ചെയ്ത് വന്നു. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ നോക്കൂ, അഡ്വാൻസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചില സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ക്രിയേറ്റ് ചെയ്യും, അഡ്വാൻസ് കൊടുക്കും അല്ലേ. ഇവിടെ ഞാനൊരു 5,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 12,500 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതിനൊന്നും ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യുക, പേയബിൾ എമൗണ്ട്, അടയ്ക്കാനുള്ള പൈസ ഏതാ അടയ്ക്കാനുള്ള പൈസ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എത്ര രൂപ ഇനി അയാൾ അടയ്ക്കേണ്ടി വരും? ഈ പെന്ന് മേടിച്ചിട്ടുള്ള ആൾ എത്ര രൂപ അടയ്ക്കേണ്ടി വരും? എത്ര രൂപ അടയ്ക്കേണ്ടി വരും? ഇക്വേഷൻ പറഞ്ഞാൽ മതി. ആരെങ്കിലും പറഞ്ഞോളൂ കേട്ടോ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഞാൻ തന്നെ പറഞ്ഞാൽ മതിയാ. ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഈക്വൽ ടു എമൗണ്ട്, ഇത് ഈ എമൗണ്ട് അല്ലേ അയാൾ അടയ്ക്കാനുള്ളത്, അതിൽ നിന്ന് മൈനസ് ബ്രാക്കറ്റിൽ ഡിസ്കൗണ്ട് പ്ലസ് അഡ്വാൻസ്. മനസ്സിലായോ? അയാൾ അടയ്ക്കാനുള്ള പൈസ 675 രൂപയായിരുന്നു. അതിൽ നിന്ന് ഡിസ്കൗണ്ടും അഡ്വാൻസും കൂടി കൂട്ടിയത് മൈനസ് ചെയ്താണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ശരി. നിങ്ങൾ ഇടയ്ക്കൊന്ന് പറഞ്ഞാൽ മതി. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ഫീലിംഗ് വരും. നിങ്ങൾ ക്ലിയർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണെന്നൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനിതിവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിതിനെ ഡ്രാഗ് ചെയ്തു. ഇത് നമ്മുടെ പേഴ്സിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പൈസയാണ്.
അതായത് 621 റുപ്യാണ് അയാൾ അടയ്ക്കാനുള്ളത്. ഇയാൾ 400 രൂപ അടച്ചുള്ളൂ, ഇയാൾ 4000 രൂപ അടച്ചുള്ളൂ, ഇയാൾ 10,000 രൂപ അടച്ചുള്ളൂ, ഇയാൾ 10,000 രൂപ തന്നെയാണ് വീണ്ടും അടച്ചുള്ളൂ, ഇയാൾ 4000 രൂപ തന്നെ അടച്ചിട്ടുള്ളൂ, ഇയാളൊരു 30,000 രൂപ അടച്ചിട്ടുണ്ട്, ഇയാളൊരു 1,10,000 രൂപ അടച്ചിട്ടുണ്ട്, ഇയാൾ 3,34,178 രൂപ അടച്ചിട്ടുണ്ട്, ഇയാൾ 22,655 രൂപ അടച്ചിട്ടുണ്ട്. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു പേയബിൾ എമൗണ്ട് മൈനസ് പെയ്ഡ് എമൗണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കേസ് വെച്ചാൽ അലൈൻമെൻറ്റുകളെ നമ്മളൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാനാണ്. മനസ്സിലായ? അലൈൻമെൻറ്റുകൾ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു ടേബിളുകൾ കണ്ടല്ലോ. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ലൈനുകളില്ലേ, ഗ്രിഡ് ലൈനുകൾ, ഇതൊന്നും പ്രിൻറ്റിൽ വരില്ല. ഇപ്പോൾ നിങ്ങൾ പ്രിൻ്റ് കൊടുത്ത് നോക്കിയൊക്കെ Ctrl P കണ്ടോ, ക്ലിയർ ആണല്ലോ. എന്നാൽ എല്ലാറ്റിനെയും കൂടി സെലക്ഷൻ ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ ഓൾ ബോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. ഹോമിൽ തന്നെ ഓൾ ബോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി പ്രിൻ്റ് കൊടുത്ത് നോക്കിയൊക്കെ Ctrl P. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ മെർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. ഹോമിൽ തന്നെ മെർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്, കണ്ടല്ലോ. അതായത് ഒരു ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെർജ് ചെയ്യാം. ചോദിച്ചോളൂ. ഇപ്പൊ ഈ പ്രിന്റിങ്ങിന്റെ ഓപ്ഷൻ പറഞ്ഞില്ലേ, അതൊന്നും കൂടെ ഒന്ന് പറയാമോ? കൺട്രോൾ പി എന്നുള്ളതാണ് നമ്മളെ, ഞാൻ ഇവിടെ എഴുതാം. കൺട്രോൾ, അതതിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl P എന്നുള്ളത്. ശരിക്കും പ്രിൻ്റ് എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഫയലിൽ പോയി കഴിഞ്ഞാൽ പ്രിൻ്റ് എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്, കണ്ടല്ലോ. ക്ലിയർ അല്ലേ? അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് Ctrl P എന്നുള്ളത്. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഫയൽ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രിൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ്റിൻ്റെ സെറ്റിങ്സിലേക്ക് കടന്നു വരും. മനസ്സിലായല്ലോ? നമ്മൾ ഏതാണോ പ്രിൻ്റർ, എത്ര കോപ്പി വേണം, മനസ്സിലായോ? അതിവിടെ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫയൽ പ്രിൻ്റ് ചെയ്തു വരും. ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇനി ശ്രദ്ധിക്കാം, ഇതിന് നമുക്കൊരു ഹെഡിങ്. ഇപ്പോൾ ഞാൻ മെർജിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്കൊരു 5 ലൈൻ ടൈപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 4 ലൈൻ ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ മെർജ് ചെയ്യണ സമയത്ത് പല ആൾക്കാരും ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ 4 ലൈനും ഒരുമിച്ച് മെർജ് ചെയ്യും. പക്ഷെ ഇതിൽ ടൈപ്പ് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. മറിച്ച് നമുക്ക് ഈ 4 ലൈനുകളുടെയും കോളങ്ങൾ മാത്രം വേണമെങ്കിൽ മെർജ് ചെയ്യിക്കാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക മെർജിൻ്റെ ഉള്ളിലുള്ള മെർജ് എക്രോസ് എന്നുള്ളൊരു ഓപ്ഷൻസ് ആണ്, കണ്ടല്ലോ. മെർജ് എക്രോസ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നുകൊണ്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു A1 സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ A1 സൂപ്പർ മാർക്കറ്റ്, ഷൻ കോംപ്ലക്സ്, വടക്കേക്കാട്, ഫോൺ നമ്പർ, ക്ലിയർ ആണല്ലോ. 7. ഓക്കെ. ഇവിടെ നമ്മുടെ ഒരു ബിൽ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാനിവിടെ ബിൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തു. ഇതിനെല്ലാറ്റിനും നമുക്ക് സെൻറ്ററാക്കാം. ഹെഡിങ്ങിന് നമുക്കൊരു സ്വല്പം സൈസ് കൂട്ടി കൊടുക്കാം, ബോൾഡാക്കാം. ഇത് ബോൾഡാക്കി ഒരു സ്വല്പം സൈസ് കൂട്ടി കൊടുത്തു, ഇത് ബോൾഡാക്കി ഒരു സ്വല്പം സൈസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ഇത് ബോൾഡാക്കി. ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ നേരത്തെ പോലെ തന്നെ പ്രിൻറ്റിങ്ങിലേക്ക് പോയി നോക്കൂ, കണ്ടോ? മനസ്സിലായി? ആ വർക്കിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടോ നിങ്ങൾ? വർക്കിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊരു നമ്മളെപ്പോഴും വർക്ക് സെറ്റ് ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ കൂട്ടാനായിട്ട് നമുക്ക് പ്ലസ് എന്നുള്ള ചിഹ്നം, കുറയ്ക്കാനായിട്ട് മൈനസ് എന്നുള്ള ചിഹ്നം, അതേപോലെ തന്നെ ഗുണിക്കാനായിട്ട് ഇൻറ്റു, ഹരിക്കാനായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ നമ്മുടെ കീബോർഡിന് മുകളിലുണ്ട്. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ഇക്വേഷൻസുകൾ എക്സലിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഈക്വൽ ടു എന്നുള്ള സെല്ല്, ഈക്വൽ ടു എന്നുള്ള ഭാഗം നമുക്ക് നിർബന്ധമാണ്. മനസ്സിലായ? ഏത് ഉത്തരം ചെയ്യുമ്പോഴും നമ്മൾ ഈക്വൽ ടു എന്നുള്ള ഭാഗം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ?
ഇത് വെച്ചിട്ട് ഇതേപോലത്തെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഞാനൊരു വർക്ക് കൂടി ഒന്ന് കാണിക്കാം. ഈ ഷീറ്റ് ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഒരു ഷീറ്റ് ഈ പ്ലസ് അടിച്ചാൽ മതിട്ടാ. രണ്ടാമത്തെ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കണ്ട ഷീറ്റ് 1. ഇപ്പോൾ നമുക്കിതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേരൊക്കെ കൊടുക്കാം. ഇപ്പോൾ ബില്ല് എന്നുള്ളൊരു പേര് കൊടുക്കാം. ബില്ല് എന്നുള്ളൊരു പേര് കൊടുത്തു. ഇതിന് ഞാനൊരു ബേസിക് സാലറി എന്നുള്ള ബേസിക് സാലറി എന്നുള്ളൊരു പേര് കൊടുക്കാൻ പോകാം. അതായത് നമ്മളൊരു സാലറി ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വ്യൂവിൽ പോകണം, പേജ് ലേഔട്ട് ആക്കണം. പേജ് ലേഔട്ടിൻ്റെ ഉള്ളിലുള്ള പേപ്പറിൻ്റെ സൈസുകളും പേപ്പറിൻ്റെ ഓറിയേഷൻസും ഒക്കെ സെറ്റ് ചെയ്യണം. എന്നിട്ടായിരിക്കണം നമ്മൾ ഒരു സാലറി ലിസ്റ്റ് തയ്യാറാക്കാൻ പോകണം. ഒരു സാലറി ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ വേണം? എന്തൊക്കെ വേണം? സീരിയൽ നമ്പർ കാണാമല്ലോ അല്ലേ? കാണാമല്ലോ. നെയിം, ബേസിക് സാലറി അതായത് അടിസ്ഥാന ശമ്പളം, TA ട്രാവൽ അലവൻസ്, DA ഡിയർലെസ് അലവൻസ് അതായത് കമ്മീഷനുകളൊക്കെ ഇതിലാണ് വിടുന്നത്, HR ഹൗസ് റെൻ്റ് അലവൻസ്, PF പ്രോവിഡൻറ്റ് ഫണ്ട് അല്ലേ, ഒപ്പം തന്നെ നെറ്റ് സാലറി. ക്ലിയർ ആണല്ലോ? ഒരു ചെറിയൊരു എക്സാമ്പിൾ ആട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഓവർ ടൈം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം, ഒന്നും കുഴപ്പമുള്ള കേസല്ല. ഇപ്പോൾ സീരിയൽ നമ്പർ ഞാനൊന്നും ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കി. നെയിം, ഓക്കെ. ബേസിക് സാലറി അതായത് അടിസ്ഥാന ശമ്പളം. ക്ലിയർ ആണല്ലോ? TA DA HR PF ഇതൊക്കെ കോളങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റൊക്കെ തന്നെ സെറ്റ് ചെയ്ത് ആ കാണുന്ന പേജിൻ്റെ ആ കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് നിങ്ങളത് സെറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനി കമ്പനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കമ്പനിക്കാർ സാധാരണ കമ്പനിക്കാർ പറയും നിങ്ങളൊന്ന് തൃശ്ശൂർ പോയിട്ട് വായും അല്ലെങ്കിൽ ഒന്ന് എറണാകുളം പോയിട്ട് വായും എന്ന് പറയുമ്പോൾ അതിന് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാലറി കൂടാതെ ചിലപ്പോൾ ഒരു 500 രൂപ ട്രാവൽ അലവൻസ് തരും അല്ലേ? നിങ്ങളൊന്ന് അവിടെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ കമ്പനി ട്രാവൽ അലവൻസ് തരില്ലേ? എന്നാൽ ഈ വലിയ കമ്പനികളിലെ ഓഫർ ലെറ്ററുകളൊക്കെ വരുന്ന സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടാവും അവർ അല്ലേ? ട്രാവൽ അലവൻസ് ആയിട്ട് ഇത്ര രൂപ, അല്ലെങ്കിൽ ട്രാവൽ അലവൻസ് ആയിട്ട് കാർ ഉണ്ടാവും, അവിടുന്ന് ഇത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കാം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കമ്പനി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേപോലത്തെ ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. കമ്പനി പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ഈക്വൽ ടു, ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു ശമ്പളത്തിൻ്റെ ഇൻറ്റു ഒരു 6% നിങ്ങളുടെ ട്രാവൽ അലവൻസ്. ക്ലിയർ അല്ലേ? എൻ്റർ അടിക്കാം. ഈക്വൽ ടു ശമ്പളം ഇൻറ്റു 7%. ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു ശമ്പളം ഇൻറ്റു 8%. ഈക്വൽ ടു ശമ്പളം ഇൻറ്റു 9%. ഈക്വൽ ടു നെറ്റ് സാലറി എങ്ങനെ കാണാം? ബേസിക് സാലറി പ്ലസ് എന്ത് ചെയ്യുക? TA നമുക്ക് കൂട്ടി കിട്ടും അല്ലേ? പ്ലസ് DA കൂട്ടി കിട്ടും പ്ലസ് HR പിന്നെന്ത് ചെയ്യും? മൈനസ് PF. മനസ്സിലായല്ലോ? ഭാഗം മനസ്സിലായില്ലേ? അതായത് PF നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക ചെയ്യുക അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങളിവിടെ ഒരു 10 ആളുടെ ലിസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. ഓരോരുത്തർ ശമ്പളവും ഞാനിവിടെ എൻ്റർ ചെയ്യാനുണ്ട്. ഇത്ര ദിർഹംസ് എന്നുള്ള രീതിയിൽ ഗൾഫിൽ ഒരു എമൗണ്ടാണ് സങ്കല്പിക്കുക. നിങ്ങൾ ഒരു എമൗണ്ട് ഞാനിവിടെ എൻ്റർ ചെയ്തു. ഓക്കെ. ഇനി നിങ്ങളിത് നേരത്തെ ചെയ്ത് തരുന്ന പോലെ തന്നെ ജസ്റ്റ് ഈ കാണുന്ന കുരിശ് പോലത്തെ പ്രസ് പിടിച്ചിട്ട് അടിക്ക് ഡ്രാഗ് ചെയ്താൽ മതി. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? മനസ്സിലായ?
ഈ ഭാഗം ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സാലറി ലിസ്റ്റ് നമ്മളിവിടെ ക്രിയേഷനായി. അത് ഒരു കമ്പനി പറയുന്ന പേഴ്സൻറ്റേജിനനുസരിച്ച് നമ്മളിതിവിടെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാനിതിൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഞാനിതിനൊക്കെ കൂടി മെർജ് അക്രോസ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, തൽക്കാലം ഞാൻ ഇതന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. Ctrl+C കോപ്പി ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടേക്ക് തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്യുന്നത് മാത്രം. Ctrl+C കോപ്പി, Ctrl+V പേസ്റ്റ്. ഓക്കെ, ഇതിനെ മൊത്തം ഞാൻ സെലക്ഷൻ ചെയ്തു, സെൻറ്ററാക്കി, ബോൾഡാക്കി. ഓക്കെ, ഇനി എനിക്കിതിനെ ഒരു സാലറി ലിസ്റ്റ് എന്നുള്ളൊരു പേര് കൊടുക്കണം. മെർജ് ചെയ്തു. ഇതിനെ ഞാൻ മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇവിടെ മെർജ് ചെയ്തിട്ട് സാലറി ലിസ്റ്റ്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി കാണിച്ചു എന്ന് മാത്രം, നമ്മുടെ ക്ലാസ്സിൻ്റെ ഇത് മനസ്സിലാവാൻ വേണ്ടി. അതായത് ഇതിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ വ്യൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. കണ്ട, ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് ഒരു ഇഫ്, നെസ്റ്റഡ് ഇഫ് എന്നൊക്കെയുള്ള ഒരു ഇക്വേഷൻസുകളാണ്. അതിനായിട്ട് ഞാൻ ഇതേപോലെ തന്നെ ചെറിയൊരു എക്സാമ്പിളിലൂടെ തന്നെ നിങ്ങളെ പഠിപ്പിക്കാം. ഒരു മാർക്ക് ലിസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാനൊരു എക്സാമ്പിളാണ് പറയുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ കമ്പനീനെ ബേസ് ചെയ്ത് കിടക്കുന്ന എന്ത് വർക്കാണോ അതിനതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ ഏത് കമ്പനിയിലോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിലോ നമ്മുടെ ആ വർക്കിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഭാഗം കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാൻ പോണത് ഇപ്പം എൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഒരു 5 ഫോർമുലാസുകൾ പറയാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു എക്സാമ്പിളിലൂടെ തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ശ്രദ്ധിക്കാം. സീരിയൽ നമ്പർ, നെയിം, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ടോട്ടൽ, ആവറേജ്, മാക്സിമം, മിനിമം, പാസ് അല്ലെങ്കിൽ ഫെയില്, ഗ്രേഡ്. ഓക്കെ, ഇവിടെ നോക്കൂ, സീരിയൽ നമ്പർ നമുക്ക് ചെറുത് മതി, നെയിം കുറച്ച് വലുപ്പം വേണം. ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിക്കട്ട, ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതൊക്കെ ഒരു 2 അക്ക നമ്പറുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് ഈ കോളങ്ങളൊക്കെ ചെറുതാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെറുതാക്കിയിരുന്ന എങ്ങനെയാണ്, ഓരോന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കിയിരുന്നു അല്ലേ? എന്നാൽ എക്സലിൽ എല്ലാം കൂടി ഒരേ വലിപ്പത്തിൽ ചെറുതാക്കാനായിട്ടൊരു ഓപ്ഷൻസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എല്ലാ കോളങ്ങളും ഒരേ വലിപ്പത്തിൽ ഒരേ സമയം തന്നെ ചെറുതാവാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് കോളങ്ങളുടെ ഫോർമാറ്റിൽ പോയിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പോൾ എളുപ്പ വഴി ഞാൻ പറയാം. ഈ സി എന്നുള്ള കോളത്തിൻ്റെ എന്നുള്ളതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, സി എന്നുള്ളതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് DEF ഏതൊക്കെ കോളങ്ങളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ കോളമൊക്കെ സെലക്ഷൻ ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു കോളം മാത്രം പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലായ? എല്ലാ കോളങ്ങളും ഒരുമിച്ച് ചെറുതായതുണ്ടോ? ഒരേ വലിപ്പത്തിൽ ചെറുതായതുണ്ടോ? നിങ്ങൾ ഇനി പറയണോ? ഈ ഭാഗം പറയണം. ആ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ സർ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ടോട്ടൽ ചെറുതാക്കി, ആവറേജ് ചെറുതാക്കി, മാക്സിമം ചെറുതാക്കി, മിനിമം
ഒപ്പം തന്നെ പാസ്ഡ് അല്ലെങ്കിൽ ഫെയിൽഡ്. ഓക്കെ, ഒരെണ്ണം കൂടി നമ്മൾ നമ്മുടെ പേജിലേക്ക് ഉൾപ്പെടുത്താനുണ്ട്, ഗ്രേഡ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രേഡ്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഷീറ്റിലേക്ക് പ്രിൻ്റ് ചെയ്ത് വിട്ടാം. എല്ലാം ഒരു ഷീറ്റിലേക്ക് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു 10 ആളുടെ ഡാറ്റ ഞാനിവിടെ ചെയ്യാം. ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. എന്ത് സംശയങ്ങളും ക്ലിയർ ചെയ്യും. ടാബ് അടിച്ചാൽ മതി കേട്ടോ. നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് ടാബ് കീയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ കാണാനായിട്ട് ശ്രദ്ധിക്കൂ. നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും, നിങ്ങളൊക്കെ എല്ലാ ക്ലാസ്സുകളിലും ചെയ്യാനൊരു ഓപ്ഷൻസ് തന്നെയാണ് ഇത് കാണാനായിട്ട്. 3 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മളിവിടെ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്ത് ഹോം എന്നുള്ള മെനുവിനുള്ളിലുള്ള ഈ ഓട്ടോ സം എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇതിന് പകരം നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉണ്ട്, ആൾട്ട് ഈക്വൽ ടു. മനസ്സിലായ? ആൾട്ട് കീ അമർത്തുക. ഓക്കെ, ഈക്വൽ ടു എന്നുള്ള ഭാഗം അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫോർമുല അപ്ലൈ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ആൾട്ട് കീ അമർത്തുക, ഈക്വൽ ടു. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർമുല വന്നു. എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ആക്റ്റീവ് ആയി. ആവറേജ് കാണാനായിട്ട് ഈക്വൽ ടു ആവറേജ്. ഇതേപോലെ തന്നെ നമ്മൾ ആ സെല്ലുകൾ സെലക്ഷൻ ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. മാക്സിമം കാണാനായിട്ട് ഈക്വൽ ടു MAX, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് സെലക്ഷൻ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. മിനിമം കാണാനായിട്ട് ഈക്വൽ ടു MIN, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് സെലക്ഷൻ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കേസുകളാണ് അല്ലേ? സമ്മ്, ആവറേജ്, മാക്സിമം, മിനിമം. മാക്സിമത്തിന് MAX ഇട്ടാം. MAX നമ്മൾ ഡ്രാഗ് ചെയ്യുക, ബ്രാക്കറ്റിൽ ഡ്രാഗ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ മിനിമത്തിന് ഈക്വൽ ടു MIN, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒക്കെ ഞാൻ അടിക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് പറയുകയാണ് 200 അതിന് മുകളിലോ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ജയിക്കണം. മനസ്സിലായ? 200 അതിന് മുകളിലോ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ജയിക്കണം, അല്ലാത്തവർ തോൽക്കണം. ഇതിലാരൊക്കെ ജയിക്കും? ഇയാൾ ജയിക്കും, ഇയാൾ ജയിക്കും, ഇയാൾ ജയിക്കും അല്ലേ? 3 ആൾ ജയിക്കും. ഒരു 215 ഉണ്ട്, ഒരു 208 ഉണ്ട്, ഒരു 205 ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ തോൽക്കും. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇപ്പം നമ്മൾ ചെയ്തത് ആകെ 10 ആളുടെ ഡാറ്റയാണ്. അപ്പോൾ അത് കണ്ടെത്താൻ വളരെ എളുപ്പം അല്ലേ? മറിച്ച് ഇതിപ്പോൾ ഒരു 4999 ആൾക്കാരുണ്ടെങ്കിലാ. മനസ്സിലായ? അപ്പോഴൊക്കെയാണ് ഈ ഫോർമുലകളുടെ പ്രാധാന്യം നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 200 അതിന് മുകളിലോ കിട്ടിയിട്ടുള്ള ആൾക്കാർ ജയിക്കണം, അല്ലെങ്കിൽ തോൽക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇക്വേഷനാണ് ഇഫ് എന്നുള്ള ഒരു കണ്ടീഷൻസ്. മനസ്സിലായല്ലോ? ഇഫ്. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമ്മൾ ഫോർമുല ഉണ്ടാക്കുന്നത്. ഫോർമുല ക്രിയേഷൻ ചെയ്യുന്നത് നമ്മളാണ്. എന്താണ് നമ്മുടെ കണ്ടീഷൻസ്? ടോട്ടൽ എന്നുള്ള സെല്ല് 200 അതിന് മുകളിലോ ആണെങ്കിൽ കുട്ടി ജയിക്കണം, അല്ലെങ്കിൽ തോൽക്കണം. നോക്കി നിങ്ങൾ ഈക്വൽ ടു ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക. കാണാലോ? സ്ക്രീൻ കാണാലോ നിങ്ങൾക്ക്? ബ്രാക്കറ്റിൽ ടോട്ടലിൻ്റെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി എന്താ നമ്മുടെ കണ്ടീഷൻ? എന്താണ്
എന്താണ് നമ്മുടെ കണ്ടീഷൻസ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര? 200. മനസ്സിലായ? ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ നമ്മൾ ഇട്ടതാണ്, ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ നമ്മൾ ഇട്ടതാണ്, 200 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താണ്. അങ്ങനെയാണെങ്കിൽ കോമ, ഇൻവെർട്ട് കോമയിലെ പാസ്. മനസ്സിലായല്ലോ? കോമ അല്ലെങ്കിൽ ഇൻവെർട്ട് കോമയിലെ ഫെയിൽ. സംഭവം മനസ്സിലായ? മനസ്സിലായ? ഇതിൻ്റെ ഫങ്ഷൻസ് മനസ്സിലായ? എൻ്റർ അടിച്ചു, ഇയാൾ ഫെയിലായി. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നോക്കിക്കുക നിങ്ങൾ. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കേസ് വെച്ചാൽ, നമ്മൾ പറയുകയാണ് ഇതിലിപ്പോൾ ആകെ 2 കണ്ടീഷൻസാണ് വർക്കൗട്ടായിട്ടുള്ളത് അല്ലേ? ഒന്നെങ്കിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നുള്ളൊരു ഇക്വേഷൻസ് മാത്രമാണ് ഇതിൽ വർക്കായിട്ടുള്ളത്. എന്നാൽ ഇനി നമ്മൾ പറയുകയാണ് എനിക്ക് ഓരോ മാർക്കിൻ്റെ ഗ്യാപ്പിനനുസരിച്ച് അതിന് ഓരോ ആൻസറുകൾ പ്രിൻ്റ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പം ഞാൻ പറഞ്ഞു നിന്ന് എനിക്കൊരു 250 അതിന് മുകളിലോ ആണെങ്കിൽ എ ഗ്രേഡ്, ഓക്കെ. ഒരു 250-നും 225-ൻ്റെ ഇടയിലാണെങ്കിൽ ബി ഗ്രേഡ്, 225-നും 200-ൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ സി ഗ്രേഡ്, അല്ലെങ്കിൽ ഡി ഗ്രേഡ്. മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? അപ്പം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു, ഇതേ ഇക്വേഷൻസ് തന്നെ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇഫ് ആണെങ്കിൽ, ക്ലിയർ അല്ലേ? ആണെങ്കിൽ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു എന്തെന്ന് നമ്മൾ പറയുകയാണ്, ഈ സെല്ല് ടോട്ടൽ എന്നുള്ള സെല്ല് തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയേക്കാൾ? നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? ആദ്യം വലുതിൻ്റെ മുകളിൽ തുടങ്ങാം. നമുക്ക് 250 അതിന് മുകളിലോ ആണെങ്കിൽ കോമ, ഇൻവെർട്ട് കോമയിലെ എ ഗ്രേഡ് ആണല്ലോ, കോമ, വീണ്ടും ഇഫ്. ഇതിനാണ് നമ്മൾ ഇഫ്, മൾട്ടിപ്പിൾ ഇഫ്, നെസ്റ്റഡ് ഇഫ് എന്നൊക്കെ പറയണത് ഇതിനാണ് കേട്ടോ. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ആ സെല്ല് തന്നെ ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 225-നേക്കാൾ മുകളിലാണെങ്കിൽ കോമ, ഇൻവെർട്ട് കോമയിലെ ബി ഗ്രേഡ്. ക്ലിയർ ആണല്ലോ? കോമ, വീണ്ടും ഇഫ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും ആ സെല്ല് തന്നെ സെലക്ഷൻ ചെയ്തു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയേക്കാൾ? 220-നേക്കാൾ വലുത്, 200-നേക്കാൾ വലുതാണെങ്കിൽ കോമ, ഇൻവെർട്ട് കോമയിലെ സി ഗ്രേഡ്. ക്ലിയർ ആണല്ലോ? കോമ, ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇൻവെർട്ട് കോമയിൽ ഡി ഗ്രേഡ്. അതിന് ലാസ്റ്റത്തേന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇഫ് എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായ? അപ്പോൾ ഇതിൽ എൻ്റർ ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് 250 അതിന് മുകളിലോ ആണെങ്കിൽ എ ഗ്രേഡും, 225-നും 250-ൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ബി ഗ്രേഡും, 200-നും 225-ൻ്റെ ഇടയിലാണെങ്കിൽ സി ഗ്രേഡും, അല്ലെങ്കിൽ ഡി ഗ്രേഡും പ്രിൻ്റ് ചെയ്യും. എത്ര ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് നമ്മളിതിൽ ക്ലോസ് ചെയ്യും. മനസ്സിലായ? എത്ര ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് നമ്മളിതിൽ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോക്കൂ, മനസ്സിലായ? ഇതിൽ എയും ബി ഒന്നും ഇല്ല, കാരണം ചില മാർക്ക് 225-ൻ്റെ മേലെ ഇല്ലല്ലോ. ഇപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു 48 മാർക്ക് കൊടുത്തപ്പോൾ ഇവിടെ 230 ഇവിടെ ബി ഗ്രേഡായി. മനസ്സിലായ? ഇവിടെ നമ്മൾ അടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ 230-ന് പകരം ഞാൻ വേറൊരു നമ്പർ ഒന്ന് വേറെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാവർക്കും ഇവിടെ ഒരു 48, അപ്പോൾ അത് ബി ഗ്രേഡായി. വീണ്ടും ഇവിടെ ഒരു 48 കൊടുത്തപ്പോൾ അത് എ ഗ്രേഡായി മാറി. ഇപ്പോൾ ABCD എല്ലാ ഗ്രേഡും പ്രിൻ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? സംഭവം മനസ്സിലായ? അപ്പോൾ വളരെ നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ ഇക്വേഷൻസുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇഫ്
നെസ്റ്റഡ് ഇഫ്. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടീഷൻസ് മനസ്സിലായില്ലേ? ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് ടോട്ടൽ എന്നുള്ള സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 250 മുകളിലാണെങ്കിൽ, കോമ ഇൻവെർട്ട് കോമയിൽ എ ഗ്രേഡ്, കോമ വീണ്ടും ഇഫ്, വീണ്ടും ബ്രാക്കറ്റ്, വീണ്ടും ആ സെല്ല് തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 225 മുകളിലാണെങ്കിൽ, കോമ ഇൻവെർട്ട് കോമയിൽ ബി ഗ്രേഡ്, കോമ വീണ്ടും ഇഫ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 മുകളിലാണെങ്കിൽ, കോമ ഇൻവെർട്ട് കോമയിൽ സി ഗ്രേഡ്, കോമ ലാസ്റ്റ് ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ ഇൻവെർട്ട് കോമയിൽ ഡി ഗ്രേഡ്. ക്ലിയർ ആണല്ലോ? ഇത്രയും ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കണ്ടീഷൻസോട് അപ്ലൈ ചെയ്ത് മാറും. ഓക്കെ, ഇനി നമ്മളോട് കമ്പനി പറയാണ്, ഇതിലെനിക്ക് ജയിച്ചോരൊക്കെ ഗ്രീൻ കളറിലും തോറ്റോരൊക്കെ റെഡ് കളറിലും പ്രിൻ്റ് ചെയ്യിക്കണം. മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായ? ജയിച്ചോരൊക്കെ എനിക്ക് ഗ്രീൻ കളറിൽ പ്രിൻ്റ് ചെയ്യണം, തോറ്റോരൊക്കെ റെഡ് കളറിൽ പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ടീഷൻസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ആ കാണുന്ന കോളം കംപ്ലീറ്റ് ഞാൻ സെലക്ഷൻ ചെയ്തു. എന്നിട്ട് ഹോമിൽ കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്നൊരു ഓപ്ഷൻസ് കണ്ടോ? കണ്ടീഷൻ ഫോർമാറ്റിംഗ്. ഈ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൻ്റെ ഉള്ളിൽ ഞാൻ പറയാൻ പോണത് ഹൈലൈറ്റ് സെൽ റൂൾസ്. കുറേ ഇക്വേഷൻസിൽ വന്നിട്ടുണ്ട് കണ്ടോ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? നമുക്ക് ഈക്വൽ ടു കൊടുക്കാം അല്ലേ? ഈക്വൽ ടു പാസ്സാണെങ്കിൽ, മനസ്സിലായ? ക്ലിയർ ആയ? ഈക്വൽ ടു പാസ്സാണെങ്കിൽ എന്താണ് നമ്മളോട് കമ്പനി പറഞ്ഞിട്ടുള്ളത്? ഒരു ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, വീണ്ടും കണ്ടീഷൻ ഫോർമാറ്റിങ്ങിലേക്ക് പോയി ഈക്വൽ ടു തന്നെ കൊടുത്തു. ഫെയിലാണെങ്കിലാ റെഡ് കളർ. ഇനി ഇവിടുത്തെ അപ്ഡേഷൻസ് നോക്കിക്കോളൂ നിങ്ങൾ. ഇവിടെ ഇയാൾക്ക് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് 196 മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അയാൾക്ക് ബയോളജിയിൽ ഒരു 40 മാർക്കും കൂടി കിട്ടിയെന്ന് വിചാരിക്കുക. അയാൾ 200 അവിടെ പാസ്ഡായി. കണ്ട? മനസ്സിലായ? ഇവിടെ നമ്മളൊരു ടൈപ്പ് ചെയ്തതിൽ ഒരു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ 36 പകരം 26 ഉള്ളൂന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫെയിലായി മാറി, ഇവിടെ ഗ്രേഡ് മാറി. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ ആയ? ക്ലിയർ ആയി സർ. ക്ലിയർ ആയി. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ നമ്മളിതിൽ പഠിച്ചത് എന്തൊക്കെയാണ്? ഒന്ന് ടോട്ടൽ കാണാൻ പഠിച്ചു, ഏവറേജ് കാണാൻ പഠിച്ചു, മാക്സിമം കാണാൻ പഠിച്ചു, മിനിമം കാണാൻ പഠിച്ചു, ഇഫ് എന്നുള്ള കണ്ടീഷൻസ് പഠിച്ചു, മൾട്ടിപ്പിൾ ഇഫ് എന്നുള്ള കണ്ടീഷൻസ് പഠിച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ടീച്ചർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇപ്പോൾ ഞാൻ ചെയ്ത ഈ എക്സാമ്പിൾ കൊണ്ട് അവർക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യുക. മറിച്ച് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ടോട്ടൽ ആവറേജ് മാക്സിമം ഒന്നും ആവില്ല വരിക. സംഭവം മനസ്സിലായ? അപ്പോൾ കമ്പനിയുടെ ടോട്ടൽ സെയിലാവും വരിക. മനസ്സിലായ? അതേപോലെ തന്നെ കമ്പനിയുടെ ആവറേജ് വരുമ്പോൾ ആവറേജ് എത്ര ഉണ്ട് എന്നൊക്കെയാവും ചിലപ്പോൾ കണ്ടെത്തുക. അപ്പോൾ കമ്പനി നമ്മളോട് പറയുകയാണ്, കമ്പനിക്ക് ഒരു 10,000 രൂപയേക്കാൾ കൂടുതൽ തരാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 10,000-ന് മേലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് വേണം? ഒന്നെങ്കിൽ അർജൻറ്റ് കോളെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കണം എന്നൊക്കെ വിചാരിക്കും. നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഇഫിൻ്റെ കണ്ടീഷൻസ് വെച്ച് ചെയ്തുകൂടെ? മൾട്ടിപ്പിൾ ഇഫിൻ്റെ കണ്ടീഷൻസ് വെച്ച് ചെയ്തുകൂടെ? മനസ്സിലായ? അപ്പോൾ ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ കടന്നത്. ഈ ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഞാനിതിൻ്റെ ഹെഡിങ്ങുകളൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഈ ഫയൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഈ എക്സൽ ഫയലുകൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ക്ലാസ് 1.5 ദിവസങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നാളെ തന്നെ
റെഫർ ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഇതേ ഇക്വേഷൻസുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാവുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എക്സൽ ഫയലുകൾ ഞാൻ അയക്കും. ഒപ്പം തന്നെ ഞാനിപ്പോൾ എന്തൊക്കെ പറയുന്നോ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, വീഡിയോ നിങ്ങൾ ഒരാൾക്കും സെൻഡ് ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു ഓപ്ഷനാണത് കേട്ടോ. കാരണം എന്താ അറിയാലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെയുള്ള എല്ലാ വീഡിയോകളും ഈ കാണിക്കുന്ന വർക്കുകളൊക്കെ രീതിയിലാണ് നിങ്ങൾക്കത് റെക്കോർഡിങ് വരിക. അപ്പോൾ ഒരു എക്സൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ അവർക്ക് പഠിക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓഫ്ലൈനിൽ ക്ലാസ് ചെയ്യുന്ന ആൾക്കാരാണ് ജിബിനെ. അപ്പോൾ ഒരിക്കലും നമ്മളായിട്ട് തന്നെ നമ്മുടെ കഞ്ഞിയിൽ മണ്ണ് കോരിയിടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. നമ്മുടെ വീഡിയോ വൈറലാവുകയോ അല്ലെങ്കിൽ പുറത്തേക്കാവുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവിടെ പഠിക്കാൻ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ സെൻഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ഗ്രൂപ്പിലും ഇടില്ല, നിങ്ങളുടെ നമ്പറുകളിൽ വാട്സപ്പ് നമ്പറിൽ ലിങ്ക് ഇടും കേട്ടോ. നിങ്ങളത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്, അതായത് വല്ല യൂട്യൂബ് വീഡിയോ ഡൗൺലോഡറിൻ്റെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ നമ്മുടെ ഇന്ന് ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായ? അപ്പോൾ നിങ്ങൾക്കത് ഇനി എന്തെങ്കിലും കാരണവശാൽ അത് റെഫർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാനിതിൻ്റെ ഹെഡിങ്ങുകളൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പേര് തന്നെ കൊടുക്കാം, ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് വടക്കേക്കാട്. ഫോൺ നമ്പർ 0487-254-6247, 995883604. ഇവിടെ മാർക്ക് ലിസ്റ്റ്. ഇതിനൊക്കെ ഞാനിവിടെ സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുത്തു. ഹെഡിങ്ങിനൊക്കെ നമ്മൾ സൈസ് കൂട്ടണമെന്ന് സൈസ് കൂട്ടി കൊടുത്തു. ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡാക്കി. ക്ലിയർ ആണല്ലോ? അതിൻ്റെ ബോൾഡാക്കി അതിനുള്ളിൽ കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ ഫില്ല് ചെയ്ത് നമ്മളെന്തായി ഇത് കൺട്രോൾ P എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടല്ലോ, ക്ലിയർ ആയില്ലേ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഇപ്പം ബില്ലിൻ്റെ വർക്ക് പറഞ്ഞു, ബേസിക് സാലറിയുടെ വർക്ക് പറഞ്ഞു, മാർക്ക് ലിസ്റ്റ് എന്നുള്ളൊരു വർക്ക് പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകും. ശ്രദ്ധിക്കാം, നമ്മളിപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയണ ഒരു കേസുകളാണ്. ഒരു ഇൻകം എക്സ്പെൻസിൻ്റെ ഒരു ഫോം സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡെയിലി കളക്ഷൻ്റെ ഒരു ഫോം സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതധികം പറയാനൊന്നുമില്ല. പേജ് ലേഔട്ടിൽ പോയി ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ സീരിയൽ നമ്പർ, ഡേറ്റ് ഇത് ഞാൻ ചെയ്യുന്നില്ല, ഡേറ്റ്, പിന്നെ പർട്ടിക്കുലേഴ്സ്, ഇൻകം എക്സ്പെൻസ്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായ? ബോൾഡ്, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഫോം കണ്ട, നിങ്ങൾ ഒന്നാമത്തെ ഒരാൾ വന്നു ഇന്ന ഡേറ്റിന്, അപ്പോൾ നിങ്ങൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ഡെയിലി കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ചിലപ്പോൾ നമ്മൾ എൻട്രി ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞു മനസ്സിലായി? അപ്പോൾ നമ്മൾ പറഞ്ഞു 1/8/2021 എന്ത് വന്നു? പേപ്പറിൻ്റെ ബില്ല് കൊടുത്തു. മനസ്സിലായ? പേപ്പറിൻ്റെ ബില്ല് കൊടുത്തു. അതെന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ? ഇപ്പോൾ ഒരു 450 രൂപയാണ് എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യും. അന്ന് തന്നെ ഒരു ഫീ കളക്ഷൻ വന്നു. ഫീ കളക്ഷൻ എന്ത് ചെയ്യാം? നമുക്കൊരു 8500 രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം അവിടെ സെറ്റ് ചെയ്യും.
ക്ലിയർ ആണല്ലോ? ഒരു ഡെയിലി കളക്ഷൻസ് റിപ്പോർട്ട്. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് കേട്ടോ. ഇവിടെ റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട്. ഇപ്പോൾ ആഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഈ ഭാഗം മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ, ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. ഓക്കെ സാർ. ഇനി അടുത്തത് വരുന്നതാണ് നമ്മൾ എക്സലിലെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലേക്ക് കിടക്കാൻ പോവുകയാണ്. വി ലുക്കപ്പ്. ഇതും കൂടിയാണ് നമ്മൾ ഇന്ന് എടുക്കുക. വി ലുക്കപ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും വി ലുക്കപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല. ആരെങ്കിലും മുന്നേ ചെയ്തിട്ടുണ്ടോ? വി ലുക്കപ്പ് ചെയ്തിട്ടുണ്ടോ മുന്നേ? ഇല്ല സാർ. ചെയ്തിട്ടില്ല. നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റൊക്കെ എടുത്തു കൊടുന്ന് നമ്മളെ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ എത്തുമ്പോൾ അവർ ഒന്നെങ്കിൽ അതിൻ്റെ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ ബാർകോഡൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഐറ്റം എന്താണെന്നുള്ളതും വില എന്താണെന്നുള്ളതൊക്കെ പ്രിൻ്റ് ചെയ്യാൻ കണ്ടിട്ടില്ല? ഇതേപോലെ നമുക്ക് എക്സലിൽ സെറ്റ് ചെയ്യാം. എക്സലിൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാനൊരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിക്കില്ല, എല്ലാവരും ശ്രദ്ധിക്കാം. വി ലുക്ക് ഞാൻ പറഞ്ഞു, കോഡ്, ഐറ്റം, റേറ്റ്, ഐറ്റം റേറ്റ്, കോഡ്, ഐറ്റം, റേറ്റ്. ഞാൻ ചെറിയൊരു പ്രോബ്ലമാണ് ഇപ്പോൾ ഇവിടെ ആദ്യം കാണിക്കുന്നത്. കോഡ്, ഐറ്റം, റേറ്റ്. എൻ്റെ ഷോപ്പിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റും അതിൻ്റെ റേറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് A1, A2, A3 എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. A4, A5, A6, A7, A8, A9, A10. ഇതൊക്കെ എൻ്റെ കോഡുകളാണെന്ന് സങ്കല്പിക്കുക. ഇനി ഒരു 10 പ്രൊഡക്റ്റ് ഞാനിപ്പോൾ തൽക്കാലം ഇത് മുന്നത്തെ ഷീറ്റിൽ നിന്ന് കോപ്പി ചെയ്യുന്നു. ഒരു 10 പ്രൊഡക്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും വിലയും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? യെസ് സാർ. ഇനി ഞാൻ പറയുകയാണ്, എനിക്ക് അടുത്ത ഷീറ്റിൽ, അതായത് അടുത്തൊരു ഷീറ്റിൽ ഞാൻ അതിൻ്റെ ഒരു ഫോം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീരിയൽ നമ്പർ, കോഡ്, സീരിയൽ നമ്പർ, കോഡ്, ഐറ്റം, റേറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കട്ടോ, ഇതിൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിലായ? കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അതിൻ്റെ ഐറ്റും റേറ്റും പ്രിൻ്റ് ചെയ്യും. മനസ്സിലായ? ഇപ്പം നമ്മൾ എന്താ ചെയ്യാറ്? ഒന്നാമത്തെ ഒരാൾ വന്നു, ഒരു A5 എന്നുള്ളൊരു പ്രൊഡക്റ്റാണ് മേടിച്ചതെന്ന് വിചാരിക്കുക. A5 എന്താ? A5 എന്താ? അപ്പോൾ നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ പോയിട്ട് A5 നോക്കൂലേ, ഗ്ലാസ്, വില 450 അല്ലേ? ഇതിന് പകരം ഇത് നോക്കാതെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായ? A5 എന്ന് അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഗ്ലാസ് എന്നുള്ളത് 450 എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, രണ്ട് തരത്തിൽ നമുക്ക് ഈ വർക്കിനെ ചെയ്യാം. ഇത് ഏതൊരു ഇൻ്റർവ്യൂവിന് പോയാലും നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, വി ലുക്കപ്പ്. ശ്രദ്ധിക്കാം.
അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ഷൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ 2ാമത്തെ ഷീറ്റിലാണ് അല്ലെങ്കിൽ 5ാമത്തെ ഷീറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു വഴി ഞാൻ ആദ്യം പഠിപ്പിച്ചു തരാം, പിന്നെ ആ സ്റ്റെപ്പ് പറയാം. നമ്മുടെ ഡാറ്റ എന്താണോ ആ ഡാറ്റേനെ കംപ്ലീറ്റ് നമ്മൾ സെലക്ഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ സെലക്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ എക്സലിൽ ഇവിടെ നെയിം ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. ഫോർമുല ബാറിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം നെയിം ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. കണ്ടല്ലോ? ഈ നെയിം ബോക്സിൽ നമ്മളൊരു പേര് കൊടുക്കുകയാണ്. ഒരു എക്സാമ്പിളായിട്ട് ഐറ്റം ലിസ്റ്റ് എന്നുള്ളൊരു പേര് കൊടുത്തു. കീബോർഡിൽ ഞാൻ ടൈപ്പ് ചെയ്യാൻ കേട്ടോ. അവിടെ സെലക്ഷൻ ചെയ്തിട്ട് ഞാനവിടെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പേരെന്തായി? ഈ ഡാറ്റാബേസിൻ്റെ പേരെന്തായി? ഐറ്റം ലിസ്റ്റ് എന്നുള്ളതാണ് ഈ ഡാറ്റയുടെ പേര്. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ഈക്വൽ ടു, ഞാൻ കുറച്ച് ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ. ഈക്വൽ ടു VLOOKUP. ക്ലിയർ ആണല്ലോ? VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇത്ര ചെയ്തോളൂ കേട്ടോ. ഈക്വൽ ടു VLOOKUP എന്നുള്ളൊരു ഇക്വേഷൻസ് അപ്ലൈ ചെയ്തു, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, കോഡിൻ്റെ സെല്ല്. ക്ലിയർ ആണല്ലോ? ഇവിടെ അടിക്കുമ്പോഴല്ലേ നമുക്ക് വരേണ്ടത്? നമ്മൾ ആ കോഡിൻ്റെ സെല്ല് ക്ലിക്ക് ചെയ്തു, കോമ. ഇനി നമുക്ക് ടേബിൾ അറേ ഏതിൽ നിന്നാണോ വരേണ്ടത് ഡാറ്റ? ഈ മുന്നത്തെ ഷീറ്റിൽ നിന്നാണ് വരേണ്ടത് അല്ലേ? സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്താലും ഉത്തരം കിട്ടും. പക്ഷെ ഇത് കുറച്ച് റിസ്ക്കാണ് അല്ലേ? അപ്പോൾ അതിന് പകരമാണ് നമ്മൾ നേരത്തെ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ പേരിനെ നമുക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? F3 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം കീബോർഡിൽ. F3. അപ്പോൾ നമ്മൾ കൊടുത്ത പേരവിടെ കാണിക്കുന്നുണ്ടോ? നമ്മൾ കൊടുത്ത പേരവിടെ കാണിക്കുന്നുണ്ടോ? എന്നിട്ട് ആ പേരെടുത്തിട്ട് ഓക്കെ പറയാം. കോമ. അതിലത്തെ എത്രാമത്തെ കോളത്തിലാണ് നമ്മുടെ ഐറ്റം? ഞാൻ പറഞ്ഞുതരാം. അതായത് 2ാമത്തെ കോളത്തിലാണ് നമ്മുടെ ഐറ്റങ്ങൾ കംപ്ലീറ്റ് എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരട്ടെ. ഇത് 2 എന്നുള്ളത് നമ്മൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. കോമ ഫോൾസ്, FALSE ഫോൾസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മാച്ച് ആയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എൻ്റർ കീ പ്രസ് ചെയ്യും. 2ാമത്തെ കോളം എന്നുള്ളത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കൂ. ഇത് 1ാമത്തെ കോളം, ഇത് 2ാമത്തെ കോളം, ഇത് 3ാമത്തെ കോളം. അപ്പോൾ ഐറ്റം എടുക്കുന്നത് എത്രാമത്തെ കോളത്തിലാണ്? 2. അവിടെ 2 കൊടുത്തത് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യുക? റേറ്റ് എങ്ങനെ ചെയ്യുക? ഈക്വൽ ടു പറഞ്ഞേ VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കോഡ് അടിക്കുമ്പോഴാണ് നമുക്ക് വരേണ്ടത്. കോഡിൻ്റെ സെല്ല്, കോമ, F3. നമ്മുടെ ടേബിൾ ഇൻസേർട്ട് ചെയ്യുക, കോമ. അതിൽ എത്രാമത്തെ കോളം റേറ്റ് എടുക്കുന്നത്? 3 കൊടുക്കുക, കോമ, ഫോൾസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ N എന്നൊരു ഓപ്ഷൻസാണ് നിങ്ങൾക്ക് വരിക. നിങ്ങൾ കോഡെന്ന് പറഞ്ഞ് A5, A3, A2, A4, A1, A2, A9, A8, A7, A10. മനസ്സിലായ? എൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായ നിങ്ങൾക്ക്? സംഭവം മനസ്സിലായ? കണ്ട? ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡാറ്റകളെ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു കമ്പനിയിൽ ഏത് വർക്കിന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാണുന്ന വെർട്ടിക്കൽ ലുക്കപ്പ് വെച്ച് പ്രിൻറ്റ് ചെയ്യിക്കാം. മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? VLOOKUPൻ്റെ ഭാഗം മനസ്സിലായതല്ലേ? ഓക്കെ. ഞാനിവിടെ ഒരു ഫയലൊന്ന് ഓപ്പൺ ആക്കാം. നോക്കൂ നിങ്ങൾ, ഇതൊരു ഡാറ്റയാണ്. ഈ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഡാറ്റയാണ്. ഒരു ഏകദേശം എത്ര ഡീറ്റെയിൽസ് ഉണ്ടെന്ന് അറിയാം. ഇവിടെ
9995 ഡാറ്റ ഉണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഈ ഡാറ്റയിൽ നിന്നൊരു പർട്ടിക്കുലർ ഭാഗം അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യണം നമുക്ക്. അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചുകൂടെ? മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലും ജസ്റ്റ് ഒരു എക്സാമ്പിളുകൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കമ്പനീനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനീനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തോളൂ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും വലിയ ഡാറ്റകളെയൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യിക്കാനായിട്ട് ഈ ചെറിയ എക്സലിലെ നല്ല ഇക്വേഷൻസുകളെ കൊണ്ട് സാധിക്കും. വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, കൺസോളിഡേറ്റ്, അങ്ങനത്തെ. ഇനി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ് കുറച്ചിങ്ങനെ അഡ്വാൻസ് സെക്ഷനിലേക്ക് കടന്നു പോകും. നിങ്ങൾ ആദ്യത്തെ ക്ലാസ് ഞാൻ അതിൻ്റെ ബേസിക് പറഞ്ഞ് നോക്കണ്ട. അതൊരു ചെറിയൊരു ഐഡിയ, നിങ്ങളുടെ ഒരു ഒഴുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ആ സമ്മും കാര്യങ്ങളൊക്കെ വെച്ച് കടന്നു പോകുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ടുള്ള ഫയലുകളിലേക്കാണ് കിടന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഞാനൊരു ഡാറ്റ കോപ്പി ചെയ്താണ്. നമ്മുടെ വേറൊരു ഡാറ്റയാണ്. ഇന്ന ഡേറ്റിന് ഇന്ന സെയിൽസ് പേഴ്സൺ, ഇന്ന പ്രൊഡക്റ്റ്, ഇന്ന പ്രൈസ്, ടോട്ടൽ സെയിൽ. സംഭവം മനസ്സിലായോ? അപ്പോൾ എനിക്ക് നമ്മൾ കൊടുക്കുന്ന ഡേറ്റിന് അല്ലെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന കണ്ടീഷൻസുകൾക്ക് അനുസരിച്ച് ആൻസർ പ്രിൻ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഡാറ്റകളെ ഫിൽട്ടർ ചെയ്തുകൂടെ? ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിക്കാം. എന്നിട്ട് നമ്മുടെ ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കാം. എക്സാമ്പിളുകൾ വെച്ച് കഴിഞ്ഞാൽ നോക്കൂ. കോഡ്, നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ്, പിൻകോഡ്, ഫോൺ നമ്പർ. ഓക്കെ, ഞാൻ ഇത്രയും ഡാറ്റകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ജിജോ കൊമ്പൻ, ഹൗസ് നെയിം കൊമ്പനാണ്, പ്ലേസ് വടക്കേകാടാണ്, പോസ്റ്റ് കല്ലൂരാണ്, എൻ്റെ പിൻകോഡ്, എൻ്റെ ഫോൺ നമ്പർ. ഇതേപോലെ ഒരു കമ്പനിയുടെ ഫുള്ള് ഡാറ്റാബേസ് അപ്പോൾ വേറെ കുറച്ച് ആൾക്കാരുടെ പേര്, ഇപ്പോൾ മനു, കിരൺ, ലിജി, കീർത്തി, മോഹൻ, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെറുതെ ഒരു എക്സാമ്പിളായിട്ട് ചെയ്യുന്നു കേട്ടോ. ഹായ്, അതേപോലെ തന്നെ ഓക്കെ, ഓരോരുത്തർ ഷോർട്ട് ഫോം ഞാനവിടെ കൊടുക്കുന്നു. KKM, TCR, TVM, പാലക്കാട്, കോഴിക്കോട്, നിങ്ങൾക്ക് വെറുതെ ഒരു എക്സാമ്പിളായിട്ട് കേട്ടോ. കോഴിക്കോട്, അതേപോലെ തന്നെ എറണാകുളം. ഞാനിതിൻ്റെയൊക്കെ പോസ്റ്റൊക്കെ തൽക്കാലം ഇത് തന്നെ കൊടുക്കുന്നു കേട്ടോ. ഇവിടെ വെറുതെ കുറച്ച് നമ്പറുകൾ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൺ നമ്പറും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ എൻ്റർ ചെയ്യുന്നതാണ്.
ശ്രദ്ധിക്കട്ടോ. ഇവിടെ എനിക്ക് പേരടിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നെയിം കൂടെ പ്രിൻ്റ് ചെയ്യണം, ഹൗസ് നെയിം കൂടെ പ്രിൻ്റ് ചെയ്യണം, പ്ലേസ് പ്രിൻ്റ് ചെയ്യണം, പോസ്റ്റ് പ്രിൻ്റ് ചെയ്യണം, പിൻ കോഡ് പ്രിൻ്റ് ചെയ്യണം, ഫോൺ നമ്പർ. മനസ്സിലായ ഭാഗം? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതെങ്ങനെ ചെയ്യുക? VLOOKUP വഴി എങ്ങനെ ചെയ്യാം? ആദ്യം നിങ്ങൾ നമ്മുടെ ഡാറ്റേനെ കംപ്ലീറ്റ് സെലക്ഷൻ ചെയ്തിട്ട് ഇവിടെ ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് സ്റ്റാഫ് ലിസ്റ്റ് എന്നുള്ളൊരു പേര് കൊടുത്തു. ക്ലിയർ ആണല്ലോ? എൻ്റർ അടിക്കാം. ഇവിടെ വെച്ച് ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് കോഡ് കോമ F3 നമ്മുടെ സ്റ്റാഫ് നമ്മുടെ പേര് കോമ അതിൽ നെയിം എന്ന് എടുക്കുന്നത് രണ്ടാമത്തെ കോളത്തിലാണ്, കോമ ഫോൾസ്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം. നമ്മളിപ്പോൾ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ, എക്സൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരം വരേണ്ടതാണ് അല്ലേ? പക്ഷെ ഇവിടെ വരില്ല. എന്താ റീസൺ എന്നറിയോ? നമ്മൾ ഇവിടെ ഉപയോഗിച്ച സെല്ല് ഓക്കെ, ഇത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചപ്പോൾ എന്തുണ്ടായത്? ഈ പച്ച കളറുള്ള സെല്ലിന് പകരം G10 ആണ് സെലക്ഷൻ ആയിട്ടുള്ളത് അല്ലേ? മനസ്സിലായ? നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യണതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെല്ല് മാറും. എക്സെല്ലിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഉത്തരം കാണുകയാണ്. ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഈക്വൽ ടു ഈ സെല്ല് ഇൻറ്റു ഈ സെല്ല് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇത് അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇത് പ്ലസ് ഇതാണ് അല്ലേ? സംഭവം മനസ്സിലായല്ലോ? നമ്മൾ ഡ്രാഗ് ചെയ്യണതിനനുസരിച്ച് ഇതും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ മാറും. ഇത് ഇവിടെ G6 പകരം ഇവിടെ എത്തിയപ്പോൾ എന്തായി? G7 ആയി. ഇവിടെ എത്തിയപ്പോൾ എന്തായി? G8 ആയി. കണ്ടോ? ഇവിടെ എത്തുമ്പോൾ G9 ആയി. ഇവിടെ എത്തുമ്പോൾ G10 ആയി. ഇവിടെ എത്തുമ്പോൾ നമുക്ക് G11 ആയി. പക്ഷേ G11 അല്ല, ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത് G6 തന്നെയാണ്. ആണല്ലോ? കോഡിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒക്കെ പ്രിൻ്റ് ചെയ്യണത്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. എക്സലിൽ നമ്മുടെ സെല്ലുകൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഫിക്സഡ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഡോളർ എന്നുള്ള സിമ്പൽ. മനസ്സിലായ? അപ്പോൾ കമ്പനി പറയുകയാണ് നമ്മളോട്, ശമ്പളത്തിൻ്റെ കൂടെ എല്ലാവർക്കും ഒരു 1000 രൂപ കൂടുതൽ കൊടുത്തു എന്ന് പറയാം. മനസ്സിലായ? ഈ 1000 ബോണസ് കൂടുതൽ കൊടുത്തു എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു ശമ്പളം പ്ലസ് 1000. ഇനി ഇത് ഡ്രാഗ് ചെയ്യാനായിട്ട് മുന്നേ നിങ്ങൾ ഈ 1000 എന്നുള്ള സെല്ല് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഫിക്സഡ് ആണ്. ആണല്ലോ? എല്ലാവർക്കും 1000 രൂപയാണ് കൂട്ടുന്നത് അല്ലേ? അപ്പോൾ അവിടെ വെച്ചിട്ട് ആ സെല്ലിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ F4 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യും. ഡോളർ ഒന്നെങ്കിൽ ഡോളർ അടിച്ചു കൊടുത്ത് 2 സൈഡിലും ഡോളർ കൊടുക്കാം. പക്ഷെ അത് റിസ്ക് ആണ്. അതിന് പകരം നിങ്ങൾ കീബോർഡിന് മുകളിൽ F4 എന്നുള്ള ബട്ടൺ അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോളർ കൺവേർട്ട് ആവും. ഇനി നിങ്ങളിതിൻ്റെ ഡ്രാഗ് ചെയ്ത് നോക്കിയേ, കണ്ട ആ സെല്ല് മാറില്ല. മനസ്സിലായ? 25,456 പ്ലസ് 1000. ക്ലിയർ ആണല്ലോ? ഇതേപോലെ ആ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇതേപോലെ നമ്മുടെ G6 എന്നുള്ള സെല്ലിൻ്റെ അവിടെ നിങ്ങൾ ഒരു F4 കൊടുക്കുക, എന്നിട്ട് ഡ്രാഗ് ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ കോളം നമ്പർ 2 ആണ്. ഹൗസ് നെയിം ഏതിലാണ്? 3-ലാണ്. പ്ലേസ് ഏതിലാണ്? 4-ാമത്തെ കോളത്തിലാണ്. ഇത് 5-ാമത്തെ കോളത്തിലാണ്. ഇത് 6 ആണ്. ഇത് 7 ആണ്. 333 പ്രിൻ്റ് ചെയ്ത് കണ്ട? നിങ്ങൾ പ്രിൻ്റ് ചെയ്ത് കണ്ട? ഈ സാധനമൊക്കെ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരൊറ്റ വർക്ക് കാണിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് ജോലിയൊക്കെ അവിടെ കിട്ടും. കാരണം എത്ര ഡാറ്റ, ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ 444 കണ്ട? മനസ്സിലായ? 555, 777,
എത്ര സമയം എടുക്കും നമ്മൾ ഈ ഡാറ്റ ഫിൽറ്റർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ? ഇതിപ്പോൾ ഞാൻ ആകെ 10 ആളെ, ഒരു എത്ര ആൾ, 2, 4, 6, 7 ആളെ മാത്രമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഈ 9995 ഡാറ്റയാണെങ്കിൽ എത്ര സമയം എടുക്കും നിങ്ങൾ? ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഈ VLOOKUP വെച്ച് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ സാർ. ക്ലിയർ ആണല്ലോ? ആ ഓക്കെ, ക്ലാസ് മനസ്സിലായല്ലോ? എൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ. അതേപോലെ തന്നെ പറയണതിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നോക്കണ്ട നിങ്ങൾ, ഞാനതൊരു ചെറിയൊരു ഐഡിയ കൊടുത്തരാൻ വേണ്ടി മാത്രവും, പിന്നെ ഒരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥയും ശരിയല്ലായിരുന്നു ശനിയാഴ്ച. ഓക്കെ, എന്തായാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലാസ് മുന്നോട്ട് പോകും, പേടിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ ഈ റെക്കോർഡിങ്ങിൻ്റെ ലിങ്ക് ഞാനിടും. ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ.